നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വാർത്ത തൃശ്ശൂരത്തെ MP സുരേഷ് ഗോപി അദ്ദേഹത്തെ ഇപ്പോൾ പൂരം കലക്കൽ കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട കേസും നിലവിലുണ്ട്. ശരിക്കും കേരള സർക്കാർ ഏതു വിധേനയെങ്കിലും സുരേഷ് ഗോപിയെ ഒന്ന് കുരുക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണെന്ന് പലതും കണ്ടാൽ നമുക്ക് തോന്നും. മാധ്യമാക്രമണമായാലും ശരി, അല്ലാതെ നിയമപരമായിട്ടുള്ളതായാലും ശരി, നീക്കങ്ങളെല്ലാം സുരേഷ് ഗോപിയെ ഒന്ന് ഒതുക്കുക. കാരണം BJPക്ക് കേരളത്തിൽ ഒരു പിടിവള്ളി എന്ന് തന്നെ മുറുകെ പിടിക്കാവുന്ന ഒരു പിടിവള്ളി ഉണ്ടാക്കി കൊടുത്തത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ കേരള സർക്കാർ സുരേഷ് ഗോപിയെ നോട്ടമിട്ട് വെച്ചേക്കുമല്ലേ? തീർച്ചയായിട്ടും. ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം വലിയൊരു ചതി ചെയ്തിട്ടുണ്ട് കേരളത്തിലെ CPM-നോട്, LDF-നോട്, കോൺഗ്രസിനോടൊക്കെ. എന്താണെന്ന് വെച്ചാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് തൃശ്ശൂരിൻ്റെ മണ്ണിൽ 75,000 പരം വോട്ടുകൾക്ക് അദ്ദേഹം വിജയിച്ചു. ഇതാർക്കും നടക്കാത്തൊരു കാര്യമാണ്. അത് ചില്ലറ ചതിയല്ല. മാത്രമല്ല, തൃശ്ശൂരിലെ ഒരു നിയോജക മണ്ഡലം ഒഴികെ, അതായത് എനിക്ക് തോന്നുന്നു ഗുരുവായൂർ നിയോജക മണ്ഡലം ഒഴികെ ബാക്കി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. അങ്ങനെയുള്ള സുരേഷ് ഗോപി എങ്ങനെയെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പാവുന്ന സമയത്ത് തൃശ്ശൂരിൽ ഒരു 3-4 സീറ്റ് ഒപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ CPM-ന് യാതൊരു സംശയവുമില്ല. കോൺഗ്രസിനും അക്കാര്യത്തിൽ സംശയമില്ല. അത് സുരേഷ് ഗോപിയുടെ ഇമേജിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയെടുത്ത്, ഇമേജിനെ മോശമായി കാണിച്ച് സുരേഷ് ഗോപിയെ അപകീർത്തിപ്പെടുത്തി, പിന്നെ പൊതുജന മധ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്നത് പോലെ ഒരു മോശം പ്രവണതയുള്ള ആളാണ് ഇദ്ദേഹം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് സകലമാന ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്ന സംഭവം എന്ന് പറയുന്നത്, ഒന്ന്, പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് ഒരു മൊഴിയെടുത്തതാണ്. അദ്ദേഹത്തിന് അടുത്ത് പോയി മൊഴിയെടുത്താണോ വിളിച്ചു വരുത്തിയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. എന്താ യഥാർത്ഥത്തിൽ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സർക്കാർ തന്നെ കൃത്യമായ അന്വേഷണ സംവിധാനത്തെ വെച്ചിട്ടുണ്ട്. ആ അന്വേഷണ സംവിധാനത്തെ വെച്ചിട്ട് പോലീസ് എന്തൊക്കെ ചെയ്തു, അന്ന് എങ്ങനെയാണ് പൂരം കലങ്ങിയത്, ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്, അങ്ങനെ കലങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കൃത്യമായ അന്വേഷണമുണ്ട്. ഈ കഴിഞ്ഞ DGP ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് കൊടുത്തൊരു റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ പരാമർശമടങ്ങിയ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തി. എന്തിനാണ് സർക്കാർ പൂഴ്ത്തിയത് ഈ റിപ്പോർട്ട്? ഇതൊരു വലിയ ചോദ്യമല്ലേ. സർക്കാർ ഈ പൂരം കലങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി MR അജിത് കുമാർ ആണ്, MR അജിത് കുമാർ കൃത്യമായി അതിൽ കളിച്ചു എന്നൊരു റിപ്പോർട്ട് പോലീസ് DGP തന്നെ സർക്കാരിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ MR അജിത് കുമാറിനെ ഇപ്പോഴും ആ സ്ഥാനത്ത് നിലനിർത്തിയിട്ട് സുരേഷ് ഗോപിക്ക് പുറകെയാണ് ഇവർ പോകുന്നത്. MR അജിത് കുമാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ MR അജിത് കുമാറിനെ പിടിക്കണം. ഇനി MR അജിത് കുമാർ വഴിയാണ് ആരെങ്കിലും പൂരം കലക്കാൻ ശ്രമിച്ചതെങ്കിൽ അവരെ പിടിക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ പൂരം കലക്കാൻ ശ്രമിച്ചത് ആരാ? യഥാർത്ഥത്തിൽ പൂരം കലക്കാൻ ശ്രമിച്ചത് പോലീസിൻ്റെ ധാർഷ്ട്യവും അതുപോലെ തന്നെ സുരേഷ് ഗോപി അവിടെ വന്ന് ആളാവരുത് എന്നുള്ള ഒരു നിലപാടിൻ്റെ പുറത്ത് കർശനമായ സുരക്ഷയും കാര്യങ്ങളും, പല ആംബുലൻസുകൾക്ക്, സേവാഭാരതി ഉൾപ്പെടെ ആംബുലൻസുകൾക്ക് കർശനമായ നിരോധനം, അങ്ങനെ തന്നെ പറയാം. വളരെ ചുരുങ്ങിയ ആംബുലൻസുകളെ കടത്തി വിട്ടിരുന്നുള്ളൂ. മന്ത്രിമാരും ഞങ്ങളുമൊക്കെയാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. തിരുവമ്പാടി അതുപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വം, ഈ ദേവസ്വങ്ങൾ BJPക്ക് അനുകൂലമാണ് എന്നൊരു ചിന്ത ആരിൽ വന്നു? സർക്കാരിൽ വന്നു. അത് ഈ പറയുന്ന മന്ത്രി K. രാജൻ ഉൾപ്പെടെ അതുപോലെ തന്നെ അവിടുത്തെ പല ആളുകൾക്കും ഇത്തരം ചിന്തയുണ്ടായിരുന്നു. ഇത് ഇവർക്ക് വലിയ ദേഷ്യം ഉണ്ടാക്കി. അടുത്തത് ഇലക്ഷൻ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സുരേഷ് ഗോപിയെ ഇവരൊരു ബിംബമായി ഉയർത്തിപ്പിടിക്കുന്നു എന്ന് കണ്ട് പാറമേക്കാവ് അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വങ്ങളോടുള്ള കലിപ്പ് പോലീസിനെ ഉപയോഗിച്ച് തീർക്കുകയായിരുന്നു. ആരാ തീർത്തത്? ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ്. അവരല്ലേ അതിൻ്റെ ഉത്തരവാദികൾ. അപ്പോൾ അങ്ങനെ അതിന് അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണത്തിൽ BJP ആണ് പൂരം അട്ടിമറിച്ചത്, സുരേഷ് ഗോപിയാണ് കലക്കിയതെന്നൊക്കെ പറഞ്ഞു. സുരേഷ് ഗോപിക്കെതിരെ എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞോ? ഒരു തെളിവും ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാനം ഈ DGP എടുത്ത റിപ്പോർട്ട് ഉണ്ടല്ലോ, ആ റിപ്പോർട്ടിലും സുരേഷ് ഗോപിക്കെതിരെ ഒരു പരാമർശവും ഇല്ല. മന്ത്രി K. രാജൻ കൊടുത്തൊരു മൊഴിയുണ്ട്. മൊഴി എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഈ പറയുന്ന അജിത് കുമാർ ഈ കാര്യത്തിൽ ഇടപെട്ടു. ഞാൻ വിളിച്ചിട്ട് കോൾ എടുത്തില്ല, തുടർച്ചയായി വിളിച്ചിട്ട് കോൾ എടുത്തില്ല, തിരിച്ചും വിളിച്ചില്ല. ഒരു മന്ത്രിസഭയിലെ രണ്ടാമനായ മന്ത്രി വിളിച്ചിട്ട് കോൾ ആരെടുത്തില്ല? അജിത് കുമാർ എടുത്തില്ല. ഉറങ്ങിപ്പോയെന്നാണ് പറയുന്നത്. എന്നിട്ട് തിരിച്ചു വിളിക്കാത്തതോ ഓർമ്മയിലായിട്ട് പോയിരിക്കും. ആലോചിക്കണം, ഒരു സാമാന്യ ബോധത്തിൽ വെച്ച് ആലോചിക്കണം. മന്ത്രിസഭയിലെ രണ്ടാമനായ മന്ത്രി വിളിച്ചിട്ട് കോൾ എടുക്കാതിരിക്കണമെങ്കിൽ അതിൻ്റെ ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? ഒന്നാമനായ മുഖ്യമന്ത്രിയിൽ നിന്നാ. ഒന്നാമനായ മുഖ്യമന്ത്രി അറിയാതെ രണ്ടാമന് മുകളിൽ ഒന്നാമനല്ലേ ഉള്ളൂ, കൃത്യമായി പണി തെറിക്കുമെന്ന് അറിയാമല്ലോ.
സംസ്ഥാന സർക്കാരിനെ വെറുപ്പിച്ചൊരു കാര്യം ചെയ്ത അജിത് കുമാറിന്റെ പണി തെറിക്കും. ഈ അജിത് കുമാറിനെതിരെ അന്വേഷിച്ച എല്ലാ അന്വേഷണങ്ങളും CPM എന്ത് ചെയ്തു? പൂഴ്ത്തിയില്ലേ? ഇപ്പം നല്ല റിപ്പോർട്ടാണല്ലോ കൊടുത്തത് അല്ലേ? ഈ അവസാനം കൊടുത്ത റിപ്പോർട്ടാണ് ഈ പറയുന്ന DGP അജിത് കുമാർ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിന് എന്തെങ്കിലും കാര്യം വന്നോ? ഇതുവരെ വന്നോ? കിട്ടിയാൽ 3 ദിവസത്തിനുള്ളിൽ നടപടിയെടുത്ത് കൊടുക്കേണ്ടതാണ്. കൊടുത്തിട്ടില്ല, കൊടുക്കുകയില്ല. ഇപ്പം DGP അജിത് കുമാർ വേറെ ഏതെങ്കിലും പദവിയിലേക്ക് വരും. എനിക്ക് അദ്ദേഹത്തോടൊരു പ്രയാസവും പ്രശ്നങ്ങളുമില്ല. അവരുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഞാൻ പറയുന്നത്. ഇതും കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിക്കെതിരായിക്കൊണ്ട്, അതായത് സുരേഷ് ഗോപിയെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ആരോപണം വരുന്ന സ്ഥിതിക്ക് അന്വേഷണ സംഘം സ്വാഭാവികമായും എന്ത് ചെയ്യും? ഇതിലൊന്ന് വിളിപ്പിച്ചിട്ട് മൊഴി രേഖപ്പെടുത്തുകയാണ് ചെയ്തത്, അല്ലാതെ ചോദ്യം ചെയ്യലല്ല. അന്ന് എന്താണ് സംഭവിച്ചത്, അന്ന് അവിടെ ഉണ്ടായിരുന്നപ്പോൾ എന്താണ് കണ്ടത്, ആരൊക്കെ ഉണ്ടായിരുന്നു, ഇതാണ് ഒരു കേന്ദ്രമന്ത്രിയോട് ഇവർ ചോദിക്കുന്ന മൊഴിയെടുപ്പ് എന്ന് പറയുന്നത്. ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് വേറെയാണ്. ചോദ്യം ചെയ്യൽ ഒരു പ്രതിയെ വിളിച്ചു വരുത്തി, സംശയാരോപകനായ പ്രതിയെ വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് നമ്മൾ പറയുന്ന ഈ കാര്യം. മറ്റത് അങ്ങനെയല്ല. ഒരു സാക്ഷി രൂപത്തിൽ നിൽക്കുന്ന ഒരാളെ കാര്യങ്ങൾ അന്വേഷിച്ചറിയുന്നതാണ് മൊഴിയെടുപ്പ് എന്ന് പറയുന്നത്. മന്ത്രി K രാജനെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. പക്ഷെ സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തുമ്പോഴോ അത് വലിയ വാർത്തയാണ്, ബ്രേക്കിംഗ് ന്യൂസ് ആണ്. അപ്പൊ ഇവരുടെ ഒരു ഉള്ളിലിരിപ്പ് നോക്കണം. ഇതാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് അവിടെ സംഭവിച്ചത്. ഇത് ബ്രേക്കിംഗ് ന്യൂസ് ആക്കി വേറൊരു തലത്തിൽ കൊടുത്തു. ഒരു മാധ്യമം കൊടുത്തത് ചോദ്യമുനയിൽ സുരേഷ് ഗോപി എന്നാ. എന്താ ചോദ്യം? സുരേഷ് ഗോപി അന്ന് എന്താണ് അവിടെ കണ്ടത്? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇതൊക്കെയാണ് പോലീസുകാരോട് ചോദിക്കുന്നത്. ഇതാണ് ചോദ്യമുനയിൽ സുരേഷ് ഗോപി. ഇനി രണ്ടാമത്തത്, ഇത് പുറത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമേജ് ഉണ്ട്, അത് ആളുകളിലേക്ക് കൊടുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതാണ് ഇവരുടെ ആവശ്യം. ഒന്ന്, എന്തോ ഒരു പൂരം കലക്കിയിട്ടാണ് ഇദ്ദേഹം ജയിച്ചത്. പക്ഷേ അപ്പുറത്ത് MR അജിത്കുമാർ ഇവർ സംരക്ഷിക്കുന്ന കാര്യം ഇവരാരും ഓർക്കുന്നില്ല. ഇനി രണ്ടാമത്തത് പുലിപ്പല്ലി കേസുമായി ബന്ധപ്പെട്ട്, വേടനുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായപ്പോൾ അന്ന് ഉയർത്തിക്കൊണ്ടുവന്നതാണ് സുരേഷ് ഗോപി ഏതോ സമയത്ത് ഏതോ ഒരു അമ്പലത്തിലെങ്ങാൻ പോയ സമയത്ത് ഇട്ട ഒരു മാലയുടെ മുകളിൽ ഒരു പുലിപ്പല്ലിൻ്റെ ഇതുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, ഈ പുലിപ്പല്ല് എന്ന് പറയുന്നത് വേടൻ്റെ കാര്യത്തിലുള്ള പുലിപ്പല്ല് ഒറിജിനലാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അവർ ഒറിജിനലാണെന്ന് പറയുന്നു. അത് ശാസ്ത്രീയ പരിശോധന വരണം. സുരേഷ് ഗോപിയുടെ കാര്യത്തിലെ പുലിപ്പല്ല് ഒറിജിനലാണെന്ന് ഇവരിങ്ങനെയാണ് പറയുന്നത്. അത് പുലിപ്പല്ല് റബ്ബർ ആയിരിക്കാം, അല്ലാതിരിക്കാം, ഇത് പല കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അത് വ്യക്തമാക്കാൻ വേണ്ടി ഈ ഒരു പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലീസിന് മുമ്പാകെ ഹാജരാകാൻ വേണ്ടിയിട്ട് ഹാജരാകാമല്ല, ആ ആഭരണം ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആഭരണം ഹാജരാക്കിയിട്ട് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ആ സമയത്ത് അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ഇനി സുരേഷ് ഗോപിക്ക് അതിൽ വേറെ എന്തെങ്കിലും പറയാനുണ്ട്, ആഭരണം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അത് റബ്ബർ ആണെങ്കിൽ അത് അദ്ദേഹത്തിന് തെളിയിക്കാം. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഒരാളെ പ്രതിയല്ലാത്ത ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് അയാൾ എന്തോ തെറ്റ് ചെയ്തു എന്നതാണ് നമ്മൾ പറയുന്നത്. സുരേഷ് ഗോപി ഏതെങ്കിലും തരത്തിൽ ഈ യഥാർത്ഥതല്ലാത്ത പല വിധത്തിൽ, ഇപ്പോൾ നമ്മൾ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൃശ്ശൂർ തന്നെ പോയി കഴിഞ്ഞാൽ, എന്തിന് നമ്മൾ നിൽക്കുന്ന ഈ കൊച്ചിയിൽ തന്നെ പല മാർക്കറ്റിലും പോയി കഴിഞ്ഞാൽ നമുക്ക് പുലിപ്പല്ലിൻ്റെ ഇത് കിട്ടും, ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അപ്പോൾ ഏതാണ് അദ്ദേഹം ഇട്ടത്? ഈ പുലിപ്പല്ലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമാലയിൽ വിലക്കി ചേർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലാണോ അദ്ദേഹം ചെയ്തത്? ഇതൊക്കെയുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ മനഃപൂർവ്വം ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഇവർ ചെയ്യുകയാണ്. സുരേഷ് ഗോപി എന്തോ മോശക്കാരനാണെന്ന്. അത് ഈ CPM-ന് ഇവരോടുള്ള വിരോധമാണ് കാണിക്കുന്നത്. വീണാ വിജയനെതിരെയുള്ള അന്വേഷണങ്ങൾ, ഗവർണറോടുള്ള പ്രശ്നങ്ങൾ, അടുത്ത തവണ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരേണ്ട കാര്യങ്ങൾ, ഈ മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ വലിയ ഒരു നഷ്ടം CPM-ന് വന്നു എന്ന് CPM തിരിച്ചറിയുന്നുണ്ട്. അത് തിരിച്ചു പിടിക്കാനുള്ള പണിയാണ് ഈ ഭാരതാംബയും ഈ പറയുന്ന പോലെ രാത്രി ഈ നമ്മുടെ പാലസ്തീൻ ഗസയ്ക്ക് അനുകൂലമായിട്ട്. അതാണോ അതിന്റെ പിന്നിലെ ലക്ഷ്യം? എൻ്റെ ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നേരത്തെ ഈ ന്യൂനപക്ഷ പ്രീണനം നടത്തിയായിരുന്നു, അതായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഒരു ഭാഗം. പക്ഷെ ഇപ്പം അത് മാറിയിട്ട് അപ്പം ഇവർ തിരിച്ചറിയാണ് ഈ ഭൂരിപക്ഷമായ ഹൈന്ദവ വോട്ടുകൾ BJP സ്കോർ ചെയ്യുന്നുണ്ട്, BJP അത് ഒരു സൈഡിലൂടെ BJP അത് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു ധാരണയുണ്ടല്ലോ. ആ ധാരണയുടെ പുറത്ത് ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങളും ആറ്റിറ്റ്യൂഡും എല്ലാം ഈ ഹൈന്ദവതയെ ഒന്ന് മയപ്പെടുത്തുന്ന രീതിയിലും. അപ്പോൾ ചിലപ്പം ഈ ഹിന്ദുക്കൾ ചിന്തിക്കില്ലേ, പൂരം കലക്കുന്ന ആളാണ് സുരേഷ് ഗോപി എങ്കിൽ BJP നമ്മളോട്, ഇപ്പോൾ പൊതുവെ BJPയെ കുറിച്ചുള്ള ഒരു ധാരണ ഹൈന്ദവ വിശ്വാസികൾക്ക് അവർക്ക് വേണ്ടി നിലകൊള്ളാൻ BJP ഉള്ളൂ എന്നൊരു ബോധമാണ് ഈ ഹൈന്ദവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ബോധത്തിനെ കവച്ചു വെച്ചുകൊണ്ട് ഇല്ല, ഞങ്ങളാണ് നിങ്ങളുടെ സംരക്ഷകരെന്ന് സ്ഥാപിക്കാനുള്ള ഒരു തന്ത്രം കൂടെ. അതല്ലേ ഈ ഭാരതാംബ വിവാദത്തിലും ഇവരങ്ങനെ ഒരു ഹിഡൻ അജണ്ട എങ്ങനെ ഉണ്ടാകുമോ? എൻ്റെ ഒരു സംശയം. ഒരേ സമയം CPM-ന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ സമയം ന്യൂനപക്ഷത്തെയും ഒരേ സമയം ഭൂരിപക്ഷത്തെയും പ്രീണിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് എന്നുള്ളതാണ്. കാരണം ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, MA ബേബി എടുത്ത പ്രസ്താവന എന്താ? MA ബേബി പുറത്തിറക്കിയ പ്രസ്താവന എന്ന് പറയുന്നത് ഗസയിലെ ആളുകൾക്ക് വേണ്ടി നമ്മൾ അരമണിക്കൂർ മൊബൈൽ ഓഫാക്കി വെക്കണം എന്നാണ് പറയുന്നത്. ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത് ഞാൻ അറിയില്ല. ഇത് ഏതോ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പിൽ വന്ന ഒരു ആഹ്വാനമാണ്. എടുത്തത് ഇവിടെ അവതരിപ്പിച്ചത് ആരാണെന്നറിയോ? ഇവിടെ അവതരിപ്പിച്ചത് സി ദാവൂദും ജമാഅത്തെ ഇസ്ലാമിയുമാണ്.
ആ ജമാഅത്തെ ഇസ്ലാമിയെ എടുത്ത സാധനമാണ് MA ബേബി പറയുന്നത്. ഇവർ പറയും ജമാഅത്തെ ഇസ്ലാമി എന്താണ്, ഈ പറയുന്ന തീവ്രവാദമാണ്. ഇതെല്ലാം തന്നെ എന്താണ്, ഒരു ഒത്തുതീർപ്പും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതൊരു തരത്തിൽ ഇവർക്ക് നല്ലതാവും. രണ്ടാമത്തെ തരത്തിൽ ഇപ്പം സുരേഷ് ഗോപിക്കെതിരെ വികാരം ഉണർത്തി ഹിന്ദുക്കളുടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കി, ഹിന്ദുക്കൾ എന്നതിനേക്കാൾ BJPയുടെ വലിയ സപ്പോർട്ടേഴ്സ് ഹിന്ദുക്കളാണല്ലോ, അവരിലൊരു ഒരു ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷേ സുരേഷ് ഗോപി ഇതുകൊണ്ടൊന്നും പേടിക്കുന്ന മനുഷ്യനല്ല. ഇദ്ദേഹം ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കണ്ടുവന്നതാണ്. കേന്ദ്ര സഹമന്ത്രിയാണ്, കേന്ദ്രത്തിന് കൃത്യമായ കാര്യങ്ങളുണ്ട്. അങ്ങനെയൊന്നും ഒരു കാര്യം ഒരാൾക്കും കയറിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനല്ല സുരേഷ് ഗോപി. ഇതുവരെ തൃശ്ശൂരിനൊരു MP ഉണ്ടായിരുന്നു എന്ന് അറിയാത്ത ആളുകൾക്ക് ഇന്ന് തൃശ്ശൂരിനൊരു MP ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇതുവരെ തൃശ്ശൂരിലെ ഈ എന്താണ് പൂരവുമായി ബന്ധപ്പെട്ട് ശുചീകരണ തൊഴിലാളികൾക്ക് പോലും ഒരു ഗ്ലാസ് വെള്ളമായി കൊടുക്കാത്ത ജനപ്രതിനിധികൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അവരെ അനുമോദിക്കുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന, പോലീസുകാർ മുതൽ തൂപ്പുകാർ വരെയുള്ള ആളുകളെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് സഹായം ചെയ്ത സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. ഈ തൃശ്ശൂരിലെ തന്നെ BJP ഭരിച്ച ഒരു പഞ്ചായത്തുണ്ട്, അവനശ്ശേരി പഞ്ചായത്ത് സുരേഷ് ഗോപി ഏറ്റെടുത്തു. അവിടെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. തൃശ്ശൂരിലെ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ഏത് അത്യാധുനിക രീതിയിലാണ് അവിടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അതുപോലെ തന്നെ അവിടെ അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് അവിടെ റൗണ്ടിൽ ആകാശപാത കൊണ്ടുവന്നത്. അതുപോലെ ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടവുമായി വേണ്ട ടൂറിസ്റ്റ് പദ്ധതികൾ മൊത്തത്തിൽ തൃശ്ശൂർ മാറുകയാണ്, ഒപ്പം കേരളവും മാറുകയാണ്. ഇത് കാണുന്ന ആളുകൾക്ക് നല്ല കുരുപൊട്ടലുണ്ട്. ആ കുരുപൊട്ടലിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. എന്തായാലും SGയോട് ഈ കളി നടക്കില്ല എന്ന് മാത്രമേ ഇപ്പം പറയാനുള്ളൂ.